താജ്മഹൽ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. താജ്മഹലിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ആയിരുന്നു ആഗ്ര ഫോർട്ടിലേക്കുള്ളത്. അപ്പോൾ താജ്മഹൽ കഴിഞ്ഞ് നമ്മൾ വെസ്റ്റേൺ ഗേറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഓട്ടോറിക്ഷകളും അതേപോലെ ഷെയർ ഓട്ടോകളൊക്കെ അവൈലബിൾ ആണ്. 10 രൂപയൊക്കെയാണ് അതിന് റേറ്റ് വരുന്നത്, കാരണം കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അപ്പോൾ വെസ്റ്റേൺ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ആഗ്ര ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. എനിക്കിവിടെ നല്ല വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. താജ്മഹലും ചുറ്റുമുള്ള പരിസരമൊക്കെ നല്ല നീറ്റായിരുന്നു. പിന്നെ നമ്മളിതാ നമ്മുടെ ആഗ്ര ഫോർട്ടിലേക്ക് എത്തി. ആഗ്ര ഫോർട്ടിനെ ചെങ്കോട്ട, ആഗ്രയിലെ ചെങ്കോട്ട എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഒരു റെഡ്, ആ ഒരു കല്ലിൻ്റെ പ്രത്യേകതയായിരിക്കാം, ഒരു ഫുള്ള് നല്ല റെഡ് കളറായിട്ടായിരുന്നു കാണപ്പെടുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് നമ്മുടെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പ്രവേശനം ലഭിച്ചു. എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും മാക്സിമം നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല. ഞങ്ങൾ 2 സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി ആണെങ്കിലും ആഗ്രയാണെങ്കിലും താജ്മഹലൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്കുള്ള പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ക്യൂ നിൽക്കേണ്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇതായിരുന്നു ഉള്ളിലത്തെ വ്യൂ. അതായത് ഒരു നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറായിരുന്നു അവിടുത്തേത്. ഓരോ കല്ലുകളും നമ്മളിങ്ങനെ കുത്തി വെച്ചത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. നല്ല മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊന്നുമില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ ഭാഗത്തും ശരിക്കും പറയാമല്ലോ, ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഓരോ ഭാഗത്തും ശരിക്കും ആ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കല്ല് കുത്തി വെച്ചതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആർക്കിടെക്ചർ ശരിക്കും അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഇതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ 2 ഭാഗത്തും ചെറിയ നല്ലൊരു പുല്ലൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയും നടക്കാനൊരു നടപ്പാത പോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ഗാർഡൻസും നല്ല ചെറിയ ചെറിയ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ആഗ്ര ഫോർട്ടിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണി കഴിപ്പിച്ച കോട്ടയാണ് ആഗ്ര കോട്ട. ഇത് ചെങ്കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ലോകാത്ഭുതമായിട്ടുള്ള താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഭാഗത്തു നിന്ന് നേരെ വേറൊരു ഭാഗത്തേക്ക് പോയി. ഇവിടെയും ശരിക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നടക്കാനൊക്കെ ഭയങ്കര കാമായിരുന്നു, ഒരു സൗണ്ടൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് താഴെ, ഞാനിത് ഈ ഭാഗത്ത് വന്നതിന് ശേഷം തൊട്ട് താഴെ നോക്കിയാൽ അവിടെ ഒരു ഗാർഡൻ പോലെ കാണാം, ആഗ്ര ഫോർട്ട് എന്നൊക്കെ എഴുതിയിട്ട്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് സൂം ചെയ്ത് നോക്കിയാൽ ഇവിടെ നിന്നും നമുക്ക് താജ്മഹലിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു മഞ്ഞ് പോലെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട്. എന്നാലും നമുക്കിവിടെ നോക്കിയാൽ താജ്മഹലിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയൊക്കെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും ആ ഒരു ഭാഗം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി, കാരണം അവിടെ നല്ല കിളികളൊക്കെ സൗണ്ടൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഓരോ ഭാഗങ്ങളും, ഇപ്പോൾ ഇതൊരു ജനൽ പോലെ ഒരു കട്ടിങ്സൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നടക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളൊരു കൊട്ടാരത്തിലൊക്കെ എത്തിയൊരു ഫീൽ, ഒരു പ്രൗഢിയൊക്കെ നമുക്ക് തോന്നും. ഇത് നടുമുറ്റമാണെന്ന് പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ 4 ഭാഗത്തും റൂംസും കാര്യങ്ങളും, ഇഷ്ടംപോലെ റൂംസ് കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ തന്നെ പുല്ല് പൊടിപ്പിച്ചൊരു മുറ്റമൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താജ്മഹലിൻ്റെ സ്ട്രക്ചർ കാണാം. സൂം ചെയ്ത് നോക്കിയാൽ താജ്മഹൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആഗ്ര ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. ശരിക്കും നമ്മളൊരു അഫോർഡബിൾ റേറ്റിൽ വളരെ കുറഞ്ഞ, നമ്മൾ പാക്കേജൊന്നും എടുത്തില്ല. നമ്മൾ തലേ ദിവസം ഡൽഹിയിൽ നിന്ന് 150 രൂപ കൊടുത്ത് ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് നമ്മൾ ആഗ്രയിലെത്തി. അവിടെ നമ്മൾ ഗോ ഐ പോലെ ബുക്ക് ചെയ്തിട്ട് ഒരു 800-700 റേഞ്ചിൽ ഹോട്ടൽ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തത്. നല്ലൊരു ഓപ്ഷനാണ് ഹോട്ടൽ സിദ്ധാർത്ഥ, കാരണം ഒന്നാമത് അത് വെസ്റ്റേൺ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോയിട്ട് താജ്മഹൽ കാണാം. അതായത് രാവിലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് അവിടുത്തെ എത്തും. കുറഞ്ഞ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ. പിന്നെ അവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഫുഡും മസാല ദോശയും നല്ല ഫ്രൈഡ് റൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഫുഡും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു താജ്മഹൽ യാത്ര.